വിജയിച്ച് പ്രതിരോധിച്ച് തലയുയർത്തി നിന്ന് തൻ്റെ രാജ്യത്തെ കണ്ടു. ഇനി ഒടുവിൽ ആ വിജയിച്ച് പ്രതിരോധിച്ച് രണ്ട് മഹാശക്തികളെ ഒരു കരാറിൻ്റെ വിരൽത്തുമ്പിൽ കൊണ്ടുവന്ന രാജ്യത്തെ കണ്ട് മണ്ണിലേക്ക് മടങ്ങുന്നു. അതെ, ഒരു വൃദ്ധനായ മനുഷ്യൻ്റെ രക്തത്തിന് നൽകുന്ന വില കൂടിയാണ് ഈ കരാറിലേക്കെത്തുന്ന എല്ലാ സാമ്പത്തിക ഉപരോധങ്ങളും നീക്കപ്പെടുന്ന ഏതാണ്ട് 40 വർഷത്തിലധികമായി നേരിടുന്ന ഒഴിവാക്കലുകളുടെ ഉപരോധങ്ങളുടെയൊക്കെ കെട്ടുപിണച്ചിലിൽ നിന്ന് മാറി മറ്റൊരു രാജ്യമായി മാറുന്ന ഇറാനെ സാക്ഷിയാക്കി മണ്ണിലേക്ക് മടങ്ങുന്ന ആയത്തുള്ള ഖാംനെയി. 2026 ജൂലൈ 4 മുതൽ 9 വരെയാണ് ഔദ്യോഗിക സംസ്കാര ചടങ്ങ്. അത്രയും ദിവസം ആ മയ്യത്ത് കൂടി ആ രാജ്യത്ത് നടന്ന ഓരോ സംഭവവികാസങ്ങൾക്കും സാക്ഷിയായിരുന്നു. ഏറ്റവും ഒടുവിൽ ആയത്തുള്ള റൂഹുള്ള ഖുമൈനി എന്ന തൻ്റെ മുൻ ഭരണാധികാരിയുടെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായി ഏറ്റവും പ്രയാസമേറിയ കാലഘട്ടത്തിൽ ഇറാൻ എന്ന രാജ്യത്തെ നയിച്ച് മടങ്ങുകയാണ് ഈ ആയത്തുള്ള ഖുമൈനി എന്ന് പറയുന്ന അതിൻ്റെ നായകനായിരുന്ന പരമോന്നത നേതാവ്. 1939 ഏപ്രിൽ 19 ഇറാനിലെ മഹ്ഷദിൽ അദ്ദേഹം ജനിക്കുന്നത്. മതപണ്ഡിതരുടെ കുടുംബമായിരുന്നു അദ്ദേഹത്തിൻ്റേത്. പിന്നീട് ഇറാഖിലെ നജാഫിലും ഒക്കെ പഠനം നടത്തി ഖുർആൻ മനഃപ്പാഠമാക്കി. ഖുർആനിലും അതുപോലെ തന്നെ ഫിഖ്ഹിലുമൊക്കെ വളരെ ആഴത്തിലുള്ള പഠനങ്ങളും ഗവേഷണങ്ങളും മനനങ്ങളും ഒക്കെ ചെയ്ത ശേഷം ഷാ ഭരണകൂടത്തിനെതിരെ നടത്തിയ ആ വിപ്ലവത്തിന് അതിൻ്റെ പോരാട്ടങ്ങളിൽ ഒരു പ്രധാനിയായി കടന്നു വന്നു. 1981 ഇറാൻ പ്രസിഡൻ്റായി 2 തവണ തിരഞ്ഞെടുക്കപ്പെട്ടു. 89 റൂഹുള്ള ഖുമൈനി എന്ന് പറയുന്ന മുൻ പരമോന്നത നേതാവ് ഹൃദയാഘാതം മൂലം മരണപ്പെട്ടതിന് ശേഷമാണ് ആ പദവിയിലേക്ക് ആയത്തുള്ള ഖാംനെയി എന്ന് പറയുന്ന മനുഷ്യൻ എത്തിച്ചേരുന്നത്. അദ്ദേഹമാണ് ചർച്ചകൾക്ക് നടുവിൽ, മധ്യസ്ഥതകൾക്ക് നടുവിൽ ഒരു സുപ്രഭാതത്തിൽ തൻ്റെ കൊട്ടാരത്തിൽ അപ്രതീക്ഷിതമായി അമേരിക്കയാലും ഇസ്രയേലാലും കൊല്ലപ്പെടുന്നത്. യഥാർത്ഥത്തിൽ അദ്ദേഹം മണ്ണിലേക്ക് മടങ്ങുമ്പോൾ ആ മടുപ്പും ഞെട്ടലും ഒക്കെ നിന്നിരുന്ന രാജ്യം അതിൻ്റെ എല്ലാ പ്രതിരോധങ്ങളെയും സജ്ജമാക്കി ആ കടന്നാക്രമണത്തെ പ്രതിരോധിച്ച് ഒടുവിൽ അഭിമാനപൂർവമായ ഒരു കരാറിലേക്ക് എത്തിച്ചേർന്നാണ് മടങ്ങുന്നത്. അദ്ദേഹത്തിൻ്റെ മയ്യത്ത് സാക്ഷിയായ ഒരു കൂട്ടം കാര്യങ്ങൾ ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ ആ മേഖലയിലാകെ നടന്നു എന്നുള്ളതും അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പശ്ചിമേഷ്യയിൽ എഴുതിത്തള്ളാനാകാത്ത ശക്തിയാണെന്നും അങ്ങനെ അമേരിക്കയ്ക്കും ഇസ്രയേലിനും മാത്രം കീഴടങ്ങുന്നതുകൊണ്ട് ബാക്കി എല്ലാ ഗൾഫ് രാജ്യങ്ങളും സുരക്ഷിതമാണെന്ന ബോധ്യം വേണ്ടെന്നും നീതിക്ക് വേണ്ടിയാണ് നിലകൊള്ളേണ്ടതെന്നും ഒക്കെ പറയുന്ന സന്ദേശങ്ങളുടെ ചർച്ചകൾ ലോകം മുഴുവൻ ഉണ്ടായതൊരുപക്ഷെ മയ്യത്ത് എന്ന നിലയിലാണെങ്കിൽ പോലും അറിഞ്ഞിട്ടുണ്ടാകുമെങ്കിൽ കേട്ടിട്ടുണ്ടാകുമെങ്കിൽ അദ്ദേഹം അതിനും സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. തൻ്റെ നാടിനോട് ചേർന്ന് കിടക്കുന്ന ഈ പറഞ്ഞ ഒരു ജലാശയം, അത് നൽകിയ ഏറ്റവും തന്ത്രപരമായ വിജയം, ആ വിജയത്തിനൊടുവിലെ കരാറുകൾ, ആ പ്രതിസന്ധി കാലഘട്ടങ്ങളിൽ നിന്നിരുന്ന ഒരു ജനതയ്ക്ക് ഇനി സാമ്പത്തികമായി ആർജവത്തോടെ തിരിച്ചു പോകാൻ കഴിയുന്ന ഒരവസ്ഥ ഉൾപ്പെടെയുള്ളവ സാക്ഷിയാക്കി മണ്ണിലേക്ക് മടങ്ങുമ്പോൾ അവിടെ മിനാബിലെ കുരുന്നുകളുമുണ്ടാവും കാത്തിരിക്കാൻ. നിഷ്കളങ്കരായ കുഞ്ഞുമക്കൾ, ഒരു തെറ്റും ചെയ്തിട്ടില്ലാത്ത കുഞ്ഞുമക്കൾ, ഈ സമൂഹത്തിൽ എന്താണ് സാമ്രാജ്യത്വമെന്നോ എന്താണ് ഭീകരവാദമെന്നോ ഒന്നും അറിയാത്ത കുഞ്ഞുമക്കളുടെ കളിപ്പാട്ടങ്ങളും സ്കൂൾ ബാഗുകളും ചോറുപാത്രങ്ങളുമെല്ലാം ചിന്നിച്ചിതറിക്കിടന്നിരുന്ന അതിൻ്റെ ആ റൂഹുകളൊക്കെ എത്തിച്ചേർന്ന ഇടത്തേക്കാണ് ഈ വൃദ്ധനായ മനുഷ്യനും മടങ്ങുന്നത്. ഏതായാലും അപമാനിച്ച് നാണം കെട്ട് മടങ്ങി എന്ന സ്ഥിതിയിലേക്ക് എത്തേണ്ടതില്ല. ഇത് പറയുമ്പോൾ അവിടെ അന്തിമമായി ഈ പറഞ്ഞ ഇറാൻ പരാജയപ്പെടുകയും അവിടെ ഇവർക്ക് ശാശ്വതമായ വിജയം കിട്ടുകയും ഒക്കെ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ഈ മയ്യത്ത് പോലും കടലിനടിയിലൊക്കെ കൊണ്ടുപോയി കെട്ടിത്താഴ്ത്തിയോ കരിച്ചു കളഞ്ഞോ ഒക്കെ ഇവർ ആസ്വദിക്കുമായിരുന്നു. കാരണം അങ്ങനെ ഇവർ ലോകത്ത് ചെയ്തിട്ടുണ്ട്. പിടികൂടുന്നവരെ, തകർക്കപ്പെടുന്നവരെ ഒക്കെ തലയറുത്ത് കളയാൻ എന്തിനു മടിക്കണം? 10-100 കുഞ്ഞുങ്ങളെപ്പോലും കൊല്ലാൻ, ഒരു പള്ളിക്കൂടം ബോംബിട്ട് തകർക്കാൻ, ഫലസ്തീനിലെ ഗർഭിണികളെയും അതുപോലെ പിഞ്ചു കുഞ്ഞുങ്ങളെയും പോലും കൊല്ലാൻ മടിയില്ലാത്ത സംവിധാനം എന്തിന് ഇവരോടൊക്കെ നീതി കാണിക്കണം? എന്തിന് പ്രായത്തിൻ്റെ ആനുകൂല്യം നൽകണം? എന്നാൽ ഇന്ന് അദ്ദേഹം മടങ്ങുന്നത്, അല്ലെങ്കിൽ ഇനി അദ്ദേഹം മടങ്ങുന്നത്
തിളക്കമാർന്ന ഒരു രാജ്യത്തിൻ്റെ പ്രതിരോധത്തിൻ്റെ ചെറുത്തുനിൽപ്പുമായിട്ടാണ്. അത് ചെറിയൊരു ചെറുത്തുനിൽപ്പല്ല. കഴിഞ്ഞ ദിവസം അമേരിക്കൻ ടക്കർ കാൾസൺ എന്ന് പറയുന്ന ഒരു നിരീക്ഷകൻ, സാമൂഹ്യ വിമർശകൻ പറഞ്ഞതുപോലെ US സാമ്രാജ്യത്വത്തിൻ്റെ കൊടിക്കൂറ പതാക താഴെയിറങ്ങുന്ന കാഴ്ച കണ്ടുകൊണ്ടാണ് ആ മയ്യത്ത് ഖബറിലേക്ക് മടങ്ങുന്നത്, ആ മയ്യത്ത് അഭിമാനപൂർവ്വം ഖബറിലേക്ക് എത്തുന്നത്, മണ്ണോട് ചേരുന്നത്, നാളെ മഹിഷറയിൽ ഹാജരാക്കപ്പെടുന്നത്.